ഇതെന്താണെന്നറിയാമോ? ഇതാണ് ലോബിക്ക. പക്ഷേ ഇതിന് കുറേ പേരുണ്ട് കേട്ടോ. ലോബിക്ക, റോപ്ലിക്ക, ലവ്ലിക്ക. അതിന് പോലും അറിയില്ല അതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന്. അതെന്തോട്ടെ, ഇതെന്തായാലും ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ച ലോബിക്കയാണ്. നമുക്കിവനെ അച്ചാറിട്ടാലോ? എന്നാ വാ, നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അത് എരിവിനായിട്ടാണ്. പിന്നെ അത് കൂടാതെ ഞാൻ കാശ്മീർ പൊടിയും ചേർക്കുന്നുണ്ട്, അത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഇവയെല്ലാം കൂടെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കിനും നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഈ ലോബിക്കയെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു. ഇത് അടിപൊളിയല്ലേ? ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കൊരു സൈഡ് കറിയായിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്